ബീഫ് വെച്ചുള്ള പരീക്ഷണങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല അല്ലേ? എല്ലാവരും പല പല ചേരുവകളൊക്കെ ചേർത്ത് ബീഫിനെ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആരും പരീക്ഷിക്കാത്തൊരു ചേരുവ ചേർത്തിട്ടാണ് ഞാനിന്ന് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്, നമ്മളെ ബീഫ് വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫാണ് ഞാൻ എടുത്തത് കേട്ടോ. ആദ്യം തന്നെ 2 സ്പൂൺ നിറച്ചും കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. 1.5 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. വറുത്ത് പൊടിച്ച നാടൻ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ നിറച്ച് അതും ചേർത്തു. ചതച്ച് വെച്ച 200 ഗ്രാം ചെറിയ ഉള്ളി കേട്ടോ. ചതച്ച് വെച്ച 2 ഉണ്ട വെളുത്തുള്ളി. ഇപ്പോൾ ചതച്ച ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തു. നല്ല നാടൻ കറിവേപ്പിലതാ ഊരിയുണ്ട് ഇടനയ്ക്ക്. അവസാനമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഇളക്കേണ്ടി യോജിപ്പിക്കുക. അധികം ചെറിയ കഷ്ണാക്കാത്ത തേങ്ങാക്കൊത്ത് കേട്ടോ, അതും ഇതിലേക്കാണ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടി ഒന്നാണ്ട് മിക്സ് ചെയ്യാം. വലുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതിയേ. ഇപ്പം എല്ലാ മസാലകളും ഇട്ട ഒരു കൂട്ടത്തിൽ ഒരു കാര്യം ഇടാൻ ഞാൻ മറന്നു, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട ആ ഒരു സമയത്ത് തന്നെ ഇടണേന്നേ. എന്നിട്ട് ഇളക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ച ഈ ഒരു ബീഫിനെ കുക്കർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം നമുക്ക് ഈ ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെള്ളം ഇതിലൊഴിച്ചു കൊടുക്കാം. കുക്കർ അടച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 വിസിലുകൾക്ക് ശേഷം നമ്മളെ ഈ ബീഫ് ഇതാ ഞാൻ വാങ്ങി വയ്ക്കണേ. അപ്പോൾ ഇതാ ഇതിൻ്റെ ആവി സാവധാനത്തിൽ പോയിക്കോട്ടെ, നമ്മൾക്ക് വേറൊരു പണിയും കൂടി ചെയ്യാണ്ട്. അതിനായിട്ട് ഇതാ ചട്ടി വെച്ചു. ചട്ടിക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 2 വല്ലുള്ളി ഞാൻ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. നമ്മളെ ഉള്ളിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഇതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകണത് എന്താ വെച്ചാൽ ഇതാ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഏലക്കായും ഒരു 2-3 കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി ഇതാ നീളത്തിലരിഞ്ഞത്, ഒരു 3-4-5 അല്ലി വെളുത്തുള്ളി, ഒരു 3 വറ്റൽമുളക്, ഒരു ലേശം പെരിഞ്ജീരകം, കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ളി പൊരിച്ച് ആ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഈ ഒരു തേങ്ങയൊക്കെ ഒന്ന് ഗോൾഡൻ കളറാവണം അതുവരെ ഒന്ന് വറക്കട്ടോ. തേങ്ങ വറുത്ത് ഇതാ ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. കോരി മാറ്റുക. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കട്ടോ, എന്താ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്നൊക്കെ അറിയണമല്ലോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണ പരിപാടികളൊക്കെ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ബീഫിനെ വേഗം ചട്ടിക്ക് ഇട്ട് കൊടുക്കണം. വീണ്ടും നമ്മൾ ഈ ബീഫിനെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഈ ചട്ടി കിടന്ന് തിളക്കണ ഈ ബീഫിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഈ തേങ്ങ ഒന്ന് പൊടിച്ചു കൊണ്ടുവരിക. നമ്മളാ തേങ്ങ പൊടിച്ചതാട്ടത്. എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ? നല്ല സൂപ്പർ മണം. ഒന്ന് തുറക്കട്ടോ. ഒന്ന് ഇളക്കും കൂടി ചെയ്യാം. അപ്പോൾ ഈ തിളച്ച് നിൽക്കണ ഈ ഒരു ബീഫിക്ക് നമ്മളിതായി പൊടിച്ച് വെച്ച ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ഇളക്കി മിക്സാണ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ് പാകത്തിനുണ്ട്. ആ ഒരു തേങ്ങേൻ്റെ ഒരു മസാലയൊക്കെ ഈ ഒരു ബീഫിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക. ആ മസാലയൊക്കെ പിടിച്ച നല്ല മണം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പൊരിച്ച് വെച്ച ഉള്ളി ചേർക്കാനായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് വേഗം അത് ചേർത്ത് കൊടുക്കുന്നാൽ. വാവ്, രണ്ട് മനു മണം. ഞാൻ ഉള്ളി ചേർക്കട്ടോ. ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചേർക്കണം കേട്ടോ. ഈ അരിക്ക് എന്തിനാ റൗണ്ടിലൊക്കെ ചേർക്കണേന്ന്, അതാണ് അതിൻ്റേതായിട്ടുള്ള രീതി എന്നാണ് അതിനൊക്കെ പറയുക. ഏതായാലും ഇളക്കള്ളാണ്. പഠിച്ചിട്ടോ, മനു പാചകമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇളക്കള്ളല്ലേ എന്നൊക്കെ ചോദിക്കാൻ അവിടെ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇളക്ക തന്നെയാണ് ഞാൻ.
പൊരിച്ച ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഇത് മിക്കൊന്ന് ഇറങ്ങിക്കോട്ടെ. അതിന് വേണ്ടി നമുക്കൊരു ഇത്തിരി നേരം ഒന്ന് അടച്ചിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് ഇതിവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ കമൻറ്റിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ കടക്കാട്ട് പാറ, കൂട്ടുമൂച്ചി, ചേളാരി ഈ ഭാഗത്തുള്ള ഇന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഞാൻ നല്ലൊരു ഹായ് തരുന്നുണ്ട്. അതുപോലെ ഒരു നിരഞ്ജനക്കുട്ടി ഉണ്ട്. ആൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞൊന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട്, ആളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിരഞ്ജന ഹായ്. ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഇത്രയ്ക്ക് പറയാനുള്ളൂ. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ കാണാം അല്ലേ. അപ്പം നമ്മളെ ബീഫ് നോക്കട്ടോ. നല്ല മണം, നന്നായിട്ട് വെന്ത് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തുണ്ട്. അപ്പം ഈ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ക്ക്. അവസാനമായിട്ട് നമ്മളിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ രീതിക്ക് തന്നെ ആയിക്കോട്ടെ. നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബീഫിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊറോട്ട തന്നെയാണ് അല്ലേ. അപ്പോൾ പൊറോട്ടയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കണേ. മനു അപ്പൊ ഒന്നും പറയാല്ല, എടുക്ക കഴിക്കാന്നാണ് മനു പറഞ്ഞത്. നേരെ ആക്രമിക്കാം. കഴിച്ചോടുങ്ങ. ഏത് പീസ് എടുക്കണേ? അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഏതെങ്കിലും നല്ല അടിപൊളി പീസ് ഏതാ വെച്ചാല് ഓക്കെ കഴിക്കാം. കേട്ടോ സാധനമുണ്ട്, സംഗതി രസമുണ്ട്, നല്ല രസമുണ്ട്. തിന്നാൻ തുടങ്ങിയാ പിന്നെ വിടൂല. ബീഫും പൊറാട്ടയും പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മറ്റേതിൽ പറഞ്ഞൊരു വികാരമാണ് അല്ലേ. ബീഫ് പൊറാട്ട പറഞ്ഞാൽ മലയാളികൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു രക്ഷയില്ല. നല്ല രസമുണ്ട്. കഴിച്ചില്ലല്ലോ ഇതേ രീതിക്ക്, എവിടെ നിന്ന് കഴിച്ചില്ലല്ലോ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കാതെ പരീക്ഷിച്ച് നോക്കാത്തൊരു. അതേപോലെ തന്നെ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണേ അതിന് ചെറിയ മാറ്റങ്ങളുണ്ട്, ടേസ്റ്റിൽ തന്നെ മാറ്റമുണ്ട്. അതിലേറെ കുറച്ചുകൂടി രസമുണ്ട്. ഈ തേങ്ങാക്കൊത്തേ ഇങ്ങനെയുള്ള കാരണം എന്താ അറിയോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇങ്ങനെ ഇടണമെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടു. ഒരു വട്ടം കഴിച്ചവര് എന്തായാലും വിടൂല. ഇതേ രീതിക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കില്ല, ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ പരീക്ഷിക്കണം കേട്ടോ ഫ്രണ്ട്സ്. നല്ലൊരു ഇതൊക്കെ പരീക്ഷിക്കാതെ വിട്ടു പോയാലേ അത് വല്ലാത്തൊരു നഷ്ടം തന്നെ ആവും. അതെ, രസം കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ടല്ലേ, കണ്ടില്ലേ? വെന്തിട്ടും കിട്ടുക നല്ല സോഫ്റ്റ് ആയി നിൽക്കുന്നുണ്ടല്ലേ. മസാല രക്ഷയില്ല കേട്ടോ. എങ്ങനെയത് സംഗതി? ഇതിങ്ങനെ കണ്ടുപിടിച്ചത് എങ്ങനെയത് സംഗതി? ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ അതോ എങ്ങനെയത്? ആരെയും പറഞ്ഞോ? ഒരിക്കലല്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഇങ്ങനെ കൊണ്ടുവരണമല്ലോ എന്ന്. അപ്പോൾ ആ ഉള്ളി ഞാൻ വിചാരിച്ചിരുന്നത് ഉള്ളി വാട്ടി ചേർക്കാന്നിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കോമൺ ആയിട്ട് എല്ലാവരും വാട്ടിയിട്ട് ഇങ്ങനെ, ഇപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ വാട്ടിയിട്ടല്ലേ. അതെ, അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ പൊരിച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ തേങ്ങാൻ്റെ ആ മസാല അല്ലേ, അതും തന്നെ വെള്ളത്തിലല്ല അരക്കല്. അപ്പോൾ അത് പൊടിച്ചെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതാണ് ഒരു കുക്കിന്റെ ഇത് കഴിവ്. വെള്ളത്തിലാണോ അരക്കലൊക്കെ വെച്ചാൽ എനിക്കറിയില്ല അതെങ്ങനെ അരക്കല് ചെയ്യല്. പറയുമ്പോൾ മനു എല്ലാ വീഡിയോ എടുക്കണത് കാണുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന് വേറൊരു കാര്യം ചോദിക്കാണ്ട്, ഈ എന്തോ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. അതെ ഗൈസ്, അടുത്തതായിട്ട് ഞാൻ വൈകാതെ ഒരു വ്യത്യസ്ത അന്ന് ഉണ്ടാക്കി അതേപോലത്തെ അല്ല, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി വിഭവം ഞാൻ കൊണ്ടുവരുന്നതായിരുന്നു. അന്ന് ഞാനാണ് ഉണ്ടാക്കിയത്. അതെ, പക്ഷെ സാധനം നല്ല രസമുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ അത് പാളണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ദോശ ഉണ്ടാക്കിയ പാളൊന്നും എനിക്ക് അറിയുന്നു. അത് പിന്നെ അതിന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറയണേ. ഇതെന്തൊരു മണ്ടനാണ്, ഭൂലോകം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഫൺ വീഡിയോ ആണ്. ആ വീഡിയോ ഫുള്ള് കണ്ടിരുന്നവർക്ക് മനസ്സിലാവും
എന്തായാലും അത് എന്താ അത് ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ട് എന്നോട് പറഞ്ഞതാണ്. ചെയ്യണോ ചെയ്യണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതാണ് സംഗതി. അതെ, പക്ഷെ ആൾക്കാർ വീഡിയോ ഫുള്ള് കാണാതെ അതിന് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞില്ലേ? കണ്ട എന്തായാലും ഉണ്ടാവും. കുറ്റങ്ങളെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണുക, അത്രേ ഉള്ളൂ. മനുവാ, ഒരു പൊറോട്ടൻ്റെ കഷ്ണം ഇങ്ങനെ എടുക്കുക, എന്നിട്ടൊരു ബീഫിൻ്റെ കഷ്ണം അതേപോലെ എടുക്കുക. എപ്പോഴും ചെയ്യണതാണ്. അതേപോലെ തന്നെ തക്കാളി എടുക്കുക. തക്കാളി ഇത് ഫുള്ളോ? എടുത്തോ, ഇത് ഫുള്ള് നമുക്ക് കഴിയോ നോക്കാം. പിന്നെ ഉള്ളിയും കൂടി എടുക്കാം. ഉള്ളി എടുത്ത് ഇങ്ങനെ കഴിക്കേ, അങ്ങനെ കഴിക്കാം. ഇങ്ങനെ നന്നായിട്ട് ഉള്ളി തക്കാളി അടക്കം കഴിക്കേ. കഴിച്ചോ? വേണ്ടില്ലേന്നല്ലേ? ഞാൻ തക്കാളിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ, എന്നോട് ഒന്ന് മുഴുവൻ എടുക്കാൻ പറഞ്ഞു. നല്ല പച്ചച്ചോള തക്കാളിയും കൂട്ടി അങ്ങനെ കഴിക്കരുത്. നമുക്ക് ഈ പൊറാട്ടയും അതെടുത്തിട്ട് ഈ ബീഫും കൂട്ടി തന്നെ കഴിച്ചാൽ തന്നെ സ്വർഗ്ഗമാണ്. സ്വർഗം മാമാ. അപ്പൊ ഇതിങ്ങനെ കഴിച്ച് പോയാൽ മതിയോ? ഇതിന്റെ ഔട്ടർ ഒന്നും പറയണ്ടേ? നിങ്ങൾ പറഞ്ഞോളിന്നാവല്ലേ ഈ പറയണേ? അപ്പൊ ഞാൻ തന്നെ പറയാം. അപ്പം നമ്മൾ ഈ ഒരു ബീഫ് ഉണ്ടാക്കിയ ഈ രീതിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ ഷെയർ ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ച് കൊടുക്കണം. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. അതിനെന്താണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. എന്നാലാണ് നമ്മളുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അതേപോലത്തെ വേറെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. ടാറ്റ എടുത്തടാ എന്നിട്ട് തിന്നാ. മത്സരാക്കാൻ തന്നെയാണോ? കഴിക്കോ? എന്നായിക്കോട്ടെ, ഞാൻ നിർത്തി. ഇത് ഫുള്ള് കഴിച്ചതാണ്. ഞാൻ കഴിച്ചെടുക്കും. ഈ കാണുന്നവരൊക്കെ നോക്കി കുറെ ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഫുള്ള് കഴിച്ചു. കല്ലറിയണേ അരുത് കാട്ടാളാ.